ഇനി ഞാൻ കോളിഫ്ലവറിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. കോളിഫ്ലവറൊക്കെ ഞാൻ നന്നാക്കി തണുത്ത വെള്ളത്തിൽ ഇനിയിപ്പോൾ നമുക്കിത് കഴുകി ഇങ്ങോട്ടാക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് ഞാനിനി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൽ ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടട്ടെ. എന്നാൽ ഇതിലുള്ള അണുക്കളൊക്കെ പോകണ്ടേ കോളിഫ്ലവറിലുള്ള. വെള്ളത്തിൽ തിളച്ചിട്ട് വേണം എല്ലാം പോകാൻ. വെള്ളം തിളയ്ക്കട്ടെ. തിളച്ചതിലേക്ക് ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചിടും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കോളിഫ്ലവർ ഇടുകയാണ്. ഇത് മതി. ഇനി ഇതുപോലെ തന്നെ ചൂടായിക്കോട്ടെ. ഒന്നായിരുന്നു തൊട്ടായിക്കോട്ടെ. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഞാനൊരു ചട്ടി വെക്കുന്നുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു നുള്ള് ഉലുവ ഇടുന്നുണ്ട്. ഇനി ഒരു നുള്ള് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. കരിഞ്ഞോ ഇതൊക്കെ കരിവേപ്പിലിട്ട് ഇട്ട് എല്ലാം കൂടി നമുക്ക് ഉള്ളി ഒന്ന് വാടി ഉണ്ടാക്കണമെങ്കിൽ തക്കാളി ഒക്കെ ഇടണമെങ്കിൽ ഇതൊന്ന് വാടട്ടെ. ഇനി ഇത് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ചേർത്തുകൊണ്ട് തക്കാളി ഒന്ന് വെന്ത് വരണം. തക്കാളി ഒന്ന് വാടട്ടെ. മുളക് പൊടി ഇടാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം കല്ലുപ്പായതിനെ കൊണ്ട് ഉപ്പിൻ്റെ ഉപ്പ് കുതിർത്തി വെച്ചാലാണ്. ഉപ്പ് നനച്ച് വെച്ചാണ്. അതിലുള്ള വെള്ളമാണ് എടുക്കുന്നത്. പൊടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീര് ഒഴിക്കുന്നുണ്ട്. അതിന് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതെടുത്തിടുന്നുണ്ട്. ഇതൊന്ന് നന്നായി താഴേക്ക് ഇനി കോളിഫ്ലവർ പിന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. തിളയ്ക്കുമ്പോഴേക്ക് ഇതങ്ങോട്ട് ഇടണ്ടേ. അപ്പോൾ അത് കോളിഫ്ലവറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. കറി ഇതാ വെട്ടിക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് കോളിഫ്ലവർ ചേർത്തെടുക്കാം. യോജിപ്പിച്ചെടുക്കാം. അത് മതി. ഇതിൽ വെള്ളം
ഇനിയും ആയിക്കോളും. കൂടുതൽ വെള്ളമായാലും ഒരു കുറച്ച് മിനിറ്റിൽ നന്നായിട്ട് നന്നാവും. വെള്ളമുണ്ട്, വെള്ളം ആയിക്കോളും ഇതിൽ. അങ്ങനെ നമുക്ക് വേറെ കൂടെ ചേർത്താണ്ട് ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. രണ്ടെന്നുള്ള കറിവേപ്പില. ഇതിട്ടുണ്ടാവും നോക്കി അത് ഇതിട്ടുണ്ടാവും. ഇതിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അവിടെ വറ്റിട്ടോ, കുറച്ചുകൂടെ ഒന്നുകൂടെ വറ്റിയിട്ട് നമ്മുടെ കോളിഫ്ലവറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനൊക്കെ കൂട്ടാനുള്ള പാകത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കോളിഫ്ലവർ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇതാ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലോ ഉണ്ടായിട്ടുണ്ട്. നോക്കുക, എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.